ഹലോ. ഇത് രണ്ട് ടോക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ കൊല്ലം ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും പ്ലസ് ഇക്കോലോ ഞാൻ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിൻ്റെ സംഭവം ഉണ്ടാക്കി. എനിക്കിപ്പോൾ മാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, മാപ്പ് എനിക്ക് ഐ എം ഗെറ്റിംഗ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ടു മാപ്സ്. സോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഐഡിയ തോന്നിയിട്ടാണ്. 2 മാപ്പ് ഉണ്ട് ഇതിനകത്ത്. വെയിറ്റ്. ഓക്കെ. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയതാണ് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ കൊച്ചി സിറ്റി എന്ന് പറഞ്ഞൊരു മാപ്പ് ഉണ്ടാക്കിയതാണ്. സോ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നതും കുറിച്ചാണ് മെയിൻ ദിസ് ടോക്ക് ഇസ് ഗോയിങ് ടു ഗോട്ട്. ഓക്കെ, എൻ്റെ പേര് സുബിൻ. ഞാൻ GTA Vice City ആദ്യമായി കാണുന്നത് 2008-ലാണ്. അന്ന് എൻ്റെ ചേട്ടനിൽ മാത്രം കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ചേട്ടൻ മീൻസ് കസിൻസാണ്. അപ്പോൾ ഞങ്ങൾ വെക്കേഷൻ ആകുമ്പോൾ എല്ലാ വെക്കേഷനും നമ്മൾ ആലപ്പുഴയിലേക്കോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ, അമ്മയുടെ കൂടെയാണ്, അപ്പോൾ എറണാകുളത്തേക്ക് വരാൻ നോക്കും. ഗെയിം കളിക്കാൻ നമ്മുടെ മെയിൻ ഉദ്ദേശം. കാരണം നമുക്ക് സ്ക്രീൻ വർക്കാണല്ലോ. ഷിഫ്റ്റ് 8 ഇൻ്റർനെറ്റ് ആണോ? ഫയർഫോക്സ് ആണോ? ക്രോമിക്ക് വരണോ? വൈഫൈ ആണെങ്കിൽ ഞാൻ മാറ്റാം. ഈ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നീ മറ്റേത് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യും. മറ്റേ മോഡാണ് പ്രസന്റ് മോഡ്. അല്ല, അത് വരില്ല. പ്രസന്റ് മോഡ് ഇല്ല എനിക്ക്. അതെങ്ങനെ? ഓ സീൻ. അത് എൻ്റെ വേലൻ്റെ ക്രാഷാ പറഞ്ഞത്. അത് ഗ്രാഫിക്സ് ഡ്രൈവറായിട്ട് എന്തോ ബഗ് പോയി മൊത്തം പോയി. അത് ഫയർഫോക്സ് പ്രശ്നമാണ്. അതാ സ്ക്രീൻ ഷെയർ പ്രസിഡന്റ് സ്റ്റാർട്ട് ചെയ്ത് സ്ക്രീൻ ഷെയർ ചെയ്യും. ഓക്കെ, സ്ക്രീൻ വരുന്നു. സ്ക്രീൻ നോക്കി. വരുന്നുണ്ടോ? സ്ക്രീൻ വരുന്നുണ്ടോ? ഓക്കെ. സോ GTA കഥ എനിക്ക് പറയുകയാണെങ്കിൽ GTA Vice City ഒക്കെ ഇറങ്ങുന്ന എനിക്ക് 2002 ഗെയിമാണ്. റോക്സ്റ്റാർ ഗെയിംസ്. ഇത് ശരിക്കും UK ഉണ്ടായ ഗെയിമാണ്. എനിക്ക് ടേക്ക് 2 ഇനിഷ്യേറ്റീവാണ് ഗെയിം ഉണ്ടാക്കിയത്. എന്നിട്ട് റോക്സ്റ്റാർ ഒരു അക്വയർ ചെയ്തു. എന്നിട്ടാണ് പിന്നെ GTA സീരീസ് മൊത്തം തുടങ്ങുന്നത്. സോ ഇറ്റ്സ് എ UK ഗെയിം. സോ അന്ന് ഇവിടെ കേരളത്തിൽ അന്നത്തെ ഫസ്റ്റ് കൈൻഡ് ഓഫ് വിൻഡോസ് ഗെയിംസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. സോ യു കൻ ജസ്റ്റ് ഡയറക്ട്ലി കോപ്പി ദ ഫോൾഡർ, ഡയറക്ട്ലി ഇൻസ്റ്റാൾ. പൈറസി വാസ് വെരി റാമ്പൻ ബാക്ക് ദെൻ. സോ അന്ന് CD എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂളിലും പിന്നെ ഞാൻ അറിയാം എൻ്റെ സ്കൂളിൽ പിള്ളേരൊക്കെ CD കച്ചവടമായിരുന്നു. GTA Vice City കിട്ടണോ, GTA San Andreas കിട്ടണോ. ടൊറൻറ്റിങ് ഉണ്ടായിരുന്നു, പക്ഷേ ഇൻ്റർനെറ്റ് കൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഇറ്റ്സ് നോട്ട് എ പോസിബിലിറ്റി ബാക്ക് ദെൻ. ഇന്ന് ഇൻ്റർനെറ്റ് ഈസ് വെരി ബാൻഡ് വിഡ്ത്തി. അന്ന് CD കച്ചവടമായിരുന്നു ഞങ്ങളുടെ മെയിനായിട്ട് വരുന്നുണ്ടായിരുന്നു. സോ GTA Vice City എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കാണുന്നു, ആദ്യമായിട്ട് ഗെയിം കാണുന്നു, ഒരു ഓപ്പൺ വേൾഡ് ഗെയിം കാണുമ്പോൾ നമ്മൾ ഓബ്വിയസ്ലി വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ദ ഹോൾ തിങ്. ഞാൻ ചെറുപ്പത്തിൽ വളർന്നതാണ്. അന്ന് എനിക്ക് 8 വയസ്സ് സംതിങ് ഉള്ളൂ. അപ്പോൾ എൻ്റെ അനിയനും ഞാനും ഞങ്ങൾ കളിക്കുന്ന ഗെയിമായിരുന്നു. ഇതുപോലെ വേറെ അന്ന് ഉണ്ടായിരുന്ന ഗെയിംസ് നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ് ആയിരുന്നു. ഞങ്ങൾ അന്ന് കളിച്ച നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡും GTA Vice City, GTA San Andreas, പിന്നെ ഏതും ഗെയിം മതി. റോഡ് റാഷ് എനിക്കിഷ്ടമല്ല റോഡ് റാഷ്. വേറെ ഗെയിംസ് എനിക്ക് ടോട്ടൽ ഓവർഡോസ്. അതും ഒരു ഓപ്പൺ വേൾഡ് ഗെയിമായിരുന്നു ടോട്ടൽ ഓവർഡോസ്. ഏത് പ്രിൻസ് ഓഫ് പേർഷ്യ. പക്ഷെ അത് ഇതിനോട് ഓൾഡ് ആയിരുന്നു അത്. അപ്പോൾ GTA Vice City എനിക്ക് തോന്നുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരമായ നല്ലൊരു ഗെയിം GTA Vice City തന്നെയായിരുന്നു. സോ അപ്പോൾ നമ്മൾ എല്ലാ വെക്കേഷൻ നമ്മൾ നോക്കും. വയനാട് ഞാൻ താമസിച്ചത്. അപ്പോൾ നമ്മൾ എല്ലാ വെക്കേഷൻ നോക്കും. ഓണം വെക്കേഷനായി, ക്രിസ്മസ് വെക്കേഷനായി ഗെയിം കളിക്കാം എന്നുള്ള ഒറ്റ മോട്ടിവേഷനിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്.
അന്ന് ചേട്ടന്മാർ നമുക്ക് ഗെയിം തരത്തുമില്ല. അപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട്, ഞാൻ ഗെയിം കിട്ടാത്ത അവസ്ഥയിലുള്ള അത്രയ്ക്ക് നമ്മൾ ഒരു പാഷനായിട്ട് ഗെയിമാണ് GTA Vice City. പിന്നെ GTA San Andreas ഇറങ്ങി. അത് കളിക്കാൻ ഞങ്ങൾ പാടുപെട്ടു. അന്ന് കമ്പ്യൂട്ടറിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇസ് വെരി ബാഡ്. ലൈക്ക് അന്ന് RAM 1 GB അല്ല കാര്യങ്ങൾ ഓടുമായിരുന്നു. ഇന്നിപ്പോൾ എത്ര GB ആയാലും പറ്റാത്ത അവസ്ഥയാണ്. 1 GB അന്ന് എനിക്ക് തോന്നുന്നു GTA Vice City വാസ് വെരി മിനിമം റിക്വയർമെൻറ്റ്. GTA San Andreas ഇപ്പോൾ കളിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം കമ്പ്യൂട്ടറിൻ്റെ കേബിലിറ്റി ഇത്തിരി കൂടെ വേണമായിരുന്നു. അത് ഞാൻ കണ്ടത് 2012 ഇത്തിരി വൈകിപ്പോയി. അതുവരെ GTA Vice City തന്നെയായിരുന്നു നമ്മുടെ മെയിൻ സാധനം. അത് കഴിഞ്ഞ് പിന്നെ GTA 5 വന്നു. GTA 5 2013 ഇറങ്ങിയത് എനിക്ക് ഇപ്പോൾ അത്ഭുതമാണ്. കാരണം GTA 5 നമ്മളിപ്പോൾ നോക്കിയാലും ഗ്രാഫിക്സ് വൈസ് വെരി ഗുഡ് ഗെയിം. 12 ഇയേഴ്സ് നൗ GTA 5 ഇറങ്ങിയിട്ട്. അത് എനിക്ക് ഇപ്പോഴും അത്ഭുതം. കാരണം GTA 5 നമ്മൾ വരുമ്പോൾ വിചാരിക്കുന്നു ഇത്രയും വലിയ വേൾഡ്, ഓപ്പൺ വേൾഡ് മാപ്പ് വരിക എന്ന് പറയുമ്പോൾ അന്ന് ചിന്തിക്കുമ്പോൾ വലിയ കാര്യമാണ്. എനിക്കത് ഇപ്പോഴും GTA 5 ഒരു വലിയ എന്താ പറയുക അമേസ്മെൻ്റ് ആയിട്ട് തോന്നി. ഇപ്പോൾ GTA 6 വരാൻ പോകുന്നു. ഐ തിങ്ക് GTA 6ഉം Vice City ഇൻസ്പയർഡ് ആണ്. എനിക്ക് മയാമി തന്നെയാണ് GTA 6 ഇൻസ്പയർഡ് ആണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിതിപ്പം പ്രായം കൂടുതൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. തന്ത വൈബാവുന്നതിൻ്റെ വൈബാണെന്ന് തോന്നുന്നു. സോ GTA 6നോട് ഞാൻ വലിയ ആൻറ്റിസിപ്പേഷൻ ഇല്ല, എനിക്ക് തോന്നുന്നില്ല. I don't really care about it anymore. അതിന് കൂടെ ഞാൻ സൈഡിൽ കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്ത്. 2011 ആകുമ്പോൾ തന്നെ ഗവൺമെൻറ് ലിനക്സിലേക്ക് മാറി. പിന്നെ ഗെയിമിൽ അവസാനം ചേർക്കുറെ. ലിനക്സിൽ ഞാൻ അന്ന് ഫസ്റ്റത്തെ തിങ്സ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ വൈൻ ഉണ്ടായിരുന്നു, വിൻഡോസ് എമുലേറ്റർ ഫോർ ലിനക്സ്. എമുലേറ്റർ അല്ല, നേറ്റീവ് കമ്പാറ്റബിൾ. ലിനക്സിൽ എങ്ങനെ GTA Vice City ഓടിക്കാം എന്നതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ടായിരുന്നു അന്ന്. വൈൻ കമ്പയൽ ചെയ്യണം. വൈൻ നമ്മൾ സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ കമ്പൈലേഷൻ തേങ്ങ അറിയില്ല. 10-12 വയസ്സുണ്ട്. ആ സമയത്ത് എല്ലാ കമാൻഡ് അടിച്ച് നോക്കും. മേക്ക് അടിക്കും, ./configure അടിക്കും, എല്ലാ കമാൻഡ്സ് അടിച്ച് എങ്ങനെയൊക്കെ കമ്പൈൽ ആവാതെ വരുമ്പോൾ നമ്മൾ ആസ്കുബുണ്ടു പോകും. askubuntu.com പോയിട്ട് നമ്മൾ ചോദ്യം ചോദിക്കും, ഇതെന്താ കമ്പൈൽ ആവാത്ത, എനിക്കറിയില്ല, എന്തോ ഹെഡർ ഫയൽ ഇല്ല എന്നൊക്കെ പറയും. ഹെഡർ ഫയൽ എന്താ മനസ്സിലാക്കാൻ 10 കൊല്ലം കഴിഞ്ഞു. സോ ഹെഡർ ഫയൽ നമ്മളൊന്നുമില്ല, റാൻഡം തിങ്, വെറും ടോട്ടലി റാൻഡം, എല്ലാ കമാൻഡ് അടിച്ച് നോക്കും, RMRF ഒഴികെ. അങ്ങനെ നമ്മൾ ആസ്കുബുണ്ടുവിനകത്ത് പോകും. ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ട് നോക്കുമ്പോൾ ആസ്കുബുണ്ടുവിൽ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വൈൻ എങ്ങനെ കമ്പയർ ചെയ്യാന്ന് കുറച്ച് അത് നല്ല അപ്പോർട്ട്സ് ഉണ്ട്. കാരണം ഇതേപോലെ വേറെയും കുറേ ആൾക്കാർ കമ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ നടക്കില്ല, ഹെഡർ ഫയൽസ് കിട്ടില്ല എന്ന് പറയും. എൻ്റെ ഫസ്റ്റത്തെ ആസ്കുബുണ്ടു ക്വസ്റ്റ്യൻസ് ഒക്കെ വൈൻ റിലേറ്റഡ് ആയിരുന്നു. ആൻഡ് അങ്ങനെയാണ് വൈനിൽ ഓടിക്കാൻ പറ്റി. പിന്നെ എൻ്റെ ഫസ്റ്റത്തെ ബ്ലോഗ് അങ്ങനെ നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡും GTA Vice City വൈനിൻ്റെ 1.7 വേർഷനിൽ ഓടിക്കാൻ പറ്റി. ഇന്ന് ഐ തിങ്ക് വൈൻ ഇസ് മച്ച് മോർ മെച്ചുവർ. ഇപ്പോൾ സ്റ്റീം വന്ന സ്റ്റീം എനിക്ക് തോന്നുന്നത് 2013 തന്നെ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റീമിൻ്റെ ആലോചിക്കും, വാൽ കോർപ്പറേഷൻ്റെ ആലോചിക്കും, ഇവർ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നല്ലോ വാൽ കോർപ്പറേഷൻ്റെ. അവർ 2012 ലിനക്സ് കോൺഫറൻസ് വന്നിട്ട് ഗെയിബ് പറയുന്നുണ്ട് ലിനക്സ് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ്. പുള്ളി 12 കൊല്ലം മുമ്പ് അത് ഡിസൈഡ് ചെയ്ത് ഫുൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു വാൽവ് ലിനക്സ് ഗെയിമിലേക്ക്. ഇന്നിപ്പോൾ സ്റ്റീം ഡെക്കും എവറിത്തിങ് വന്നപ്പോൾ എത്ര കൊല്ലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരെന്ന് ആലോചിക്കണം. ഇറ്റ് മേഡ് സെൻസ്. വൈൻ വാസ് എ റിയലി ഗുഡ് പ്രോജക്റ്റ്. വൈൻ സ്റ്റാർട്ട് ചെയ്തതും കുറേ വർഷങ്ങളാണ്, 1996 മുതൽ തുടങ്ങിയ പ്രോജക്റ്റാണ് വൈൻ. So I like doing creative stuff. So that's pretty much it. I love Windows, by the way. Windows is a beautiful operating system, I would say. Like, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ കഴിഞ്ഞ ദിവസം, this is not sarcasm, by the way. I'm actually saying this. Windows is a beautiful operating system. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം GTA Vice City മാപ്പ്, obviously I need to see ഈ മാപ്പിൽ എന്തുള്ളതെന്ന് അറിയണം. അപ്പോൾ എനിക്ക് എന്ത് വേണം, Vice City ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോഴും ടെലഗ്രാമിൽ ഫയൽസ് റൺ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഏതൊരാൾക്കും പറഞ്ഞു, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഏതൊരുത്തും എനിക്ക് ലിങ്ക്, ഞാൻ തപ്പി എങ്ങനെ Vice Cityയുടെ EXE കിട്ടുക ഇപ്പോൾ. കാരണം ഇപ്പോൾ ആരും ഗെയിം കളിക്കുന്നില്ല സാധനം. ടൊറൻറ്റിൽ കാണാം, ടൊറൻറ്റിൽ ഡൗൺലോഡ് ചെയ്ത് വൈറസ് വേറെ വരും. അതുകൊണ്ട് ഞാൻ ആൾക്കാരോട് ചോദിച്ച് എനിക്ക് ലിങ്ക് കിട്ടി. സേഫ് ആയിട്ടൊരു മലയാളി ചില വ്ളോഗർമാരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഇത് ഷെയർ ചെയ്ത് കളിക്കുന്നുണ്ട് GTA Vice Cityയൊക്കെ. ഐ ഡോണ്ട് നോ, ഇപ്പോഴത്തെ പിള്ളേർ നേരെ കളിക്കുന്ന ഗെയിം കൊണ്ട് ഫോർട്ട്നൈറ്റ് ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് തിങ്ക് GTA Vice City ഈസ് എ തിങ് എനിമോർ. സോ ഞാൻ EXE ഫയൽ എടുത്തു. വിൻഡോസ് 10 ഇപ്പോഴും സാധനം റണ്ണാവും. ദാറ്റ്സ് ഫ്രിക്കിങ് അമേസിങ്. ഇപ്പോഴും ഒരു 10-20 വർഷം പോലത്തെ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ വിൻഡോസ് ഇപ്പോൾ റണ്ണാവും. ട്രൈ ഡൂയിങ് ദാറ്റ് ലിനക്സ് വർക്ക് അത് നടക്കൂല. ഇത് 10-12 കൊല്ലം കമ്പയർ ചെയ്ത് നോക്കേണ്ടിയായിരിക്കും. നേരെ എക്സിക്യൂട്ടീവ് എടുത്ത് റൺ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ലിനക്സിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ പൊട്ടും. അതിൽ വിൻഡോസ് ഇസ് പ്രെറ്റി അമേസിങ്, ഓൾസോ പ്രെറ്റി ബാഡ്. ഇൻ ദ സെൻസ് എന്ത് പഴയ തേങ്ങയും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഭയങ്കര പ്രശ്നമായി ഡെവലപ്പർമാർക്ക് അറ്റ്ലീസ്റ്റ് ഇൻ സെൻസ്. ബിക്കോസ് യു ഹാവ് ടു ബി ബാക്ക്വേർഡ്സ് കമ്പാറ്റബിൾ ടു എ ലോങ് ബാക്ക്. ഒരു 1995 ഒരു പ്രോഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റൺ ചെയ്യാൻ പറ്റണം. സോ ഇറ്റ്സ് എ ഗുഡ് തിങ് ആൻഡ് എ ബാഡ് തിങ് ആസ് വെൽ. അപ്പോൾ ഞാൻ എനിക്കൊണ്ട് Windows 11 എനിക്ക് തോന്നുന്നു ഇപ്പോൾ GTA Vice Cityയുടെ EXE എടുത്ത് റൺ ചെയ്യാൻ പറ്റും. ബാക്ക്വേർഡ് കമ്പാറ്റബിൾ ഇസ് വെരി ഗുഡ്. ആ കാര്യത്തിൽ എനിക്ക് വിൻഡോസിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്പർമാരുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും. കാരണം ഇത്രയും ബാക്ക്വേർഡ് ആയിട്ടുള്ള കോഡും കാണണം, അതിന് മേലെ പുതിയ ഫീച്ചർ ഡെവലപ്പ് ചെയ്യണം, സ്റ്റാർട്ട് മേലെ റിയാക്ട് നേറ്റീവ് കൊണ്ടുവരണം, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. Yeah, so this is going to be 2 topics. One is on the first thing that I did last year, and this is on the second thing. സോ ഇത് കാക്കനാട് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാക്കനാട് പ്രത്യേകതയുണ്ട്. കുറേ മുകൾ സ്ഥലങ്ങളുണ്ട്. പടമുകൾ, കരിമുകൾ, കൊല്ലം പടിമുകൾ, വേറെ ഏത് മുകളുകളുണ്ട്,
അമ്പലമുകൾ, യെസ്. നിലം പതിഞ്ഞ മുകൾ. എന്തുകൊണ്ടാണ് നിലം പതിഞ്ഞ മുകൾ ലൈക്ക് എന്ത്? ഓക്കെ ഓക്കെ ശരി വിശ്വസിച്ചു. ഓക്കെ. സോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഇത്ര മുകൾ? ഞാൻ കാക്കനാട് ആദ്യം കാണുമ്പോൾ ഇത് എന്താണ് ഇങ്ങനെ മുകൾ? ഇത് സ്ഥലം ഞാൻ വേറെ എവിടെയും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ കുന്നംകുളത്താണ് വരുന്നത്, അവിടെ കുളമാണ് മെയിൻ. പക്ഷെ അങ്ങനെ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്, ചീരംകുളം, അങ്ങനെ അവിടെ കുറേ കുളം സ്ഥലങ്ങളുണ്ട്. എറണാകുളം ഒരു കുളമാണ്, ചതുപ്പാണ്, പൈത്തൻ്റെ സ്ഥലങ്ങളാണ്. പൈത്തൻ, ചതുപ്പ്. ഓക്കെ. സോ കാക്കനാട് ഈ മുകളിലെ കോൺസെപ്റ്റ് എന്താ? ഞാൻ ജസ്റ്റ് ലൈക്ക് ഒരു അനാലിസിസ് നടത്തിയാൽ വുഡ് ബി ഫൺ. ലൈക്ക് മുഗൾ സ്ഥലങ്ങൾ വേറെ എവിടെയെങ്കിലും കേരളത്തിലുണ്ടോ? സാറിന് ഈ പേരുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒരു ഹ്യൂമൻ എവല്യൂഷൻ ഇത് വേണം. ഇവിടെ ഒരു സൊസൈറ്റി വന്നു, ആൾക്കാർ വന്നു, ഒരു സ്ഥലത്ത് പേരിടണം. അപ്പോൾ ഒരു പേരിൽ മിക്ക ഭൂപ്രകൃതിയെ നോക്കുക. ഇപ്പോൾ കുന്നംകുളം നോക്കുകയാണെങ്കിൽ കുന്നംകുളമായതുകൊണ്ടാണ് കുന്നംകുളം പേര് വന്നത്. ഗുരുവായൂരാണെങ്കിൽ ആണോ, there might be ഊരെന്ന വാക്ക് ദ്രാവിഡ ഭാഷകളിൽ കോമണാണ്. അപ്പോൾ തെലുങ്കിലും കന്നഡയിലും ഇവിടെ ഒക്കെ നോക്കിയാൽ ഊര് വെച്ചുള്ള സഫിക്സുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ബംഗളൂരു മെയിൻ എക്സാമ്പിൾ, മാംഗലൂർ. പക്ഷേ നമ്മുടെ അവിടെ ഊര് സ്ഥലങ്ങൾ കുറവാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് തൃശ്ശൂർ, അനന്തപൂര്, തൃശ്ശൂർ പേരൂരാണ്, തൃശ്ശൂർ ഊരാവാം, ആലത്തൂര്. സോ ഊരിൻ്റെ അർത്ഥം ഊരിൻ്റെ അർത്ഥം ഗ്രാമം എന്ന രീതിയിലാണ് ഊരെന്ന സഫിക്സ് വരുന്നത്. സോ ഇറ്റ്സ് ഗുഡ് ടു ഹാവ് ലൈക്ക് അനാലിസിസ്. പക്ഷേ അനാലിസിസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഡാറ്റ വേണം. ഈ ഇത്രയും അനാലിസിസ് പറഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങളുണ്ട്, ഈ സ്ഥലത്തിന് ഡാറ്റ വേണം. എങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ മൊത്തം സ്ഥലങ്ങളൊരു പേര് കിട്ടുക, ലിസ്റ്റ് കിട്ടുക? അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്ലോഷൻ പറഞ്ഞാൽ എങ്ങനെ ലിസ്റ്റ് കിട്ടും? പിന്നെ അതിൻ്റെ കോർഡിനേഷൻ കൂടെ കിട്ടിയാൽ ഭയങ്കര നല്ല. നമുക്കൊരു മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ മാപ്പിലേക്ക് നേരിട്ടങ്ങ് വരയ്ക്കാം, കോർഡിനേഷൻ്റെ വരുത്തി. നമ്മൾ ഇങ്ങനത്തെ പരിപാടിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുക ഡാറ്റ വളരെ ശോകമാണ്. ഞാൻ എൻ്റെ അടുത്ത് ഏതൊരു കമ്പനി, മെഷീൻ ലേണിംഗ് കമ്പനിയിൽ ഒരാൾ പറഞ്ഞാണ് വെച്ചാൽ ഇപ്പോഴത്തെ ജൂനിയേഴ്സ് വരുമ്പോൾ ഇവർക്ക് മെഷീൻ ലേണിംഗ് നമ്മളൊക്കെ ചെയ്യണം, പക്ഷേ ഡാറ്റ എൻട്രി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ഇങ്ങനെ പോയാൽ യു കാൻ ഗെറ്റ് അനാലിസിസ് വിത്തൗട്ട് ഹാവിങ് ദ ഡാറ്റ. സോ യു നീഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ടു വർക്ക് ഓൺ ഇറ്റ്. അതിപ്പോൾ ഏത് കൊലപത്താനാണെങ്കിലും ഡാറ്റ ഫീഡ് ചെയ്തില്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് നടത്താൻ പറ്റുള്ളൂ. സോ യു നീഡ് ഡാറ്റ. അതിനുകൂടെ തന്നെ ഡാറ്റ ഓപ്പണും കൂടെ വേണം. വി നീഡ് ഓപ്പൺ ഡാറ്റ സോ ദാറ്റ് എനിബഡി ക്യാൻ ബി ഫ്രീലി ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇതും കൂടെ വേണം. അത് രണ്ട് പോസിബിലിറ്റിയും കൂടെ വേണം. അത് മാത്രമല്ല ഡാറ്റ നല്ല ഡാറ്റ ആയതുകൊണ്ട് വേണം, അല്ലെങ്കിൽ എറർ ഉണ്ടെങ്കിൽ അതും സോൾവ് ചെയ്യാനുള്ള ആൾക്കാർ വേണം. അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് ഓപ്പൺ സ്ട്രീറ്റ്. ഇപ്പോൾ എനിക്ക് ലിസ്റ്റ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഗൂഗിൾ ഐ ഡോണ്ട് തിങ്ക് ഗിവ് യു ഡാറ്റ ലൈക്ക് ദാറ്റ് വേ. പൈസ കൊടുക്കണം എന്ന് തോന്നുന്നു. API എൻഡ് പോയിന്റ് ഫുൾ ലിസ്റ്റ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദേഴ്സ് എൻ എൻഡ് പോയിന്റ്. അങ്ങനത്തെ API പോലും ഇല്ല. പക്ഷേ പകരം നമ്മൾ ഈ ഇൻഡിവിജ്വൽ പ്രൊപ്രൈറ്ററി പ്ലാറ്റ്ഫോംസ് വരുമ്പോൾ തന്നെ അതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ആൾട്ടർനേറ്റീവാണ് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്. ഇതൊരു റൂബി ഓൺ റെയിൽസ് ആപ്ലിക്കേഷനാണ്. അത് കണ്ടിട്ട് എനിക്കിപ്പോൾ അത്ഭുതമാണ്. ഇതൊരു റൂബിയിൽ റൺ ചെയ്യുന്ന സാധനമാണ്. സോ ഇറ്റ് ഹാസ് ദി എൻറ്റയർ മാപ്പ് ഡാറ്റ ഫ്രം 2003. ഇപ്പോൾ ഐ തിങ്ക് ദിസ് പ്രോജക്റ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 2003. സോ ലോകത്തുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഡാറ്റയുണ്ട്. യൂറോപ്പിൽ ഇത് ഭയങ്കര അടിപൊളിയാണ്. യൂറോപ്യൻകാർക്ക് യൂറോപ്യന്മാർക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ സോഷ്യൽ റിലയൻസ് ഉള്ളതുകൊണ്ട് കുറേ പേർക്ക് ഫ്രീ ടൈം ഉണ്ട്. സോ ഫ്രീ ടൈമിൽ ഇരുന്ന് കുറേ പേര് മാപ്പ് ചെയ്യും, ഹൈക്ക് ചെയ്യുന്ന ആൾക്കാർ കുറേ പേരുണ്ട്, ബൈക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം അവരുടെ സ്ട്രാവ എനിക്ക് തോന്നുന്നത് മറ്റേ സൈക്കിൾ ആപ്ലിക്കേഷൻ, റണ്ണേഴ്സ് ബിസിനസ് ആപ്ലിക്കേഷൻ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഡാറ്റ ഫീഡ് ചെയ്തിട്ട് യൂറോപ്പിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡാറ്റ സ്ട്രീം ഉണ്ട്. ഇത് ലോകത്തിലും എല്ലാ സ്ഥലത്തിൻ്റെയും ഡാറ്റയുണ്ട്. സോ കേരളത്തിൽ ഒരുവിധം ഡാറ്റ ഓക്കെയാണ്. കാരണം കേരളത്തിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവിടെ ഓപ്പൺ ഡാറ്റ ആയിട്ടുള്ള കുറേ, ഇതൊരു ഉദാഹരണം എനിക്കാണ് 2018 ഫ്ലഡ്സ് സമയത്തായിരിക്കും. 2018 ഫ്ലഡ്സിൽ അന്ന് ആദ്യം ആപ്പ് ഇറക്കാനാണ് എല്ലാവരും നോക്കിയത്. സോ ആൾക്കാരെ സഹായിക്കുന്ന ആപ്പ് ഇറക്കുന്നതിൽ ഒരു ആപ്പ് കേരള റെസ്ക്യൂ എന്ന സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. കേരള റെസ്ക്യൂവിൽ OSMൻ്റെ ഡാറ്റ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലുകൾ മാപ്പ് ചെയ്യുന്നതും എങ്ങനെയാണ് ആൾക്കാരെ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ അന്ന് OSM ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് തന്നെ മാപ്പത്തോൺ കേരളം എന്ന് പറഞ്ഞിട്ട് മാപ്പിങ്ങിൻ്റെ പരിപാടികളുടെ എഫേർട്സ് ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. സോ ദർ ഇസ് സോ മച്ച് ഡാറ്റ ഇൻ OSM. പിന്നെ രണ്ടാമത്തെ പോസിബിലിറ്റി വിക്കിഡാറ്റയാണ്. ഇന്നത്തെ പരിപാടിയിൽ വിക്കിഡാറ്റയുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടിയുണ്ട്. സോ വിക്കിഡാറ്റ എന്ന് പറയുന്നത് വിക്കിപീഡിയ പ്രോജക്റ്റ് പോലെ തന്നെ ഒരു ഓപ്പൺ ഡാറ്റാബേസ് ആണ് വിക്കിഡാറ്റ. സോ യു ക്യാൻ ഗെറ്റ് ഇറ്റ്സ് ആൻ ഓപ്പൺ ഡാറ്റാബേസ്. സോ ഇതുപോലെ തന്നെ ഒരു ക്വയറി റൺ ചെയ്ത് നമുക്ക് എന്ത് ഡാറ്റ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സാധനം ഉപയോഗിച്ചു, ആക്ച്വലി റിയലി ഉപയോഗിച്ചു. ഞാൻ ഏതോ കോമിക്സ് എന്ന ചാനലുണ്ട്, TV കോമിക്സ് ചാനലിൽ ഒരു സിനിമ വന്നു, ജനാർദ്ദനും ജഗദീഷും കൂടെ അഭിനയിക്കുന്ന ഒരു കോമഡി സീൻ. അപ്പോൾ അതിൽ ഈ സിനിമ പണ്ടെപ്പോഴോ ഉള്ള ഒരു സിനിമയാണ്, 1995 എപ്പോഴും. ഇത് പടത്തിൻ്റെ പേര് എങ്ങനെ കിട്ടും? അത് പടം സീരീസ് കാണിക്കുന്നില്ല. യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. എന്ത് പറയുക, ജനാർദ്ദനും ജഗദീഷ് മൂവീസ് നടിച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഏതൊക്കെ സിനിമകളിൽ ജനാർദ്ദനും ജഗദീഷ് അഭിനയിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊരു കൊയറി റൺ ചെയ്യാന്ന് പറയാം. എന്ത് ചെയ്യും? ഈ ചാറ്റ് ജിപിടി ചോദിച്ചാൽ കിട്ടൂല. ചാറ്റ് ജിപിടി എന്ത് മലയാളം പറഞ്ഞു ചോദിച്ചാലും കിരീടോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ പോപ്പുലറായിട്ടുള്ള അങ്ങനത്തെ പടം. ഞാൻ ഹിന്ദി പടം എന്ത് ചോദിച്ചാൽ 3 Idiots പറയാം. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇത് 3 Idiotsലാന്ന് പറയും. സോ ഇതിനകത്ത് സ്പാർക്യുവൽ എന്ന് പറഞ്ഞ ക്വയറി ഉണ്ട്.
നമുക്ക് ഇത് ബേസിക്കലി ഈ ഡാറ്റാബേസിനകത്ത് സിനിമാസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനാർദ്ദനെ ഞാൻ നോക്കി കഴിഞ്ഞാൽ ജനാർദ്ദനൻ നെറ്റ് പോയാൽ സജഷൻ വരേണ്ടതാണല്ലോ, നെറ്റില്ല. സ്ട്രീം പോയാ അഞ്ഞൂറ് എന്നാൽ വിക്കിഡേറ്റ ഡൗൺ ആയിരിക്കും. ഓക്കെ, വന്നു ഇപ്പോൾ ജനാർദ്ദൻ്റെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ ഇത് ഡാറ്റാബേസാണ്. സോ ഒരു പ്രോപ്പർട്ടി കീ ഉണ്ടാവും, വാല്യൂ ഉണ്ട്, കീ വാല്യൂ പെയറാണ്, ഹാഷ് ടേബിളാണ്. സോ ഒരു മനുഷ്യനാണ് ജനാർദ്ദൻ. നമുക്ക് ഒരു ഗ്ലോബൽ ഡാറ്റാബേസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാം എൻകോഡ് ചെയ്യണം. എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു കല്ലാണെങ്കിൽ പോലും, ഇപ്പോൾ മാർസ് എന്നൊരു കല്ലാണ്, ഇപ്പോൾ ഇൻസ്റ്റൻസ് ഓഫ് എ മീറ്റിയോറൈറ്റ്, അങ്ങനെ എന്തും ആക്കാൻ പറ്റും. ഗ്ലോബൽ ഡാറ്റാബേസ് ആണല്ലോ, അപ്പോൾ എല്ലാ എൻഡ് പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ ജനാർദ്ദൻ നമുക്കൊരു ക്യൂ ഐ ഡി ഒക്കെ ഉണ്ട്, ഒരു ഐ ഡി ഉണ്ട്, ഒരു മനുഷ്യനാണ്. മനുഷ്യന് റെഫറൻസ് ഉണ്ടല്ലോ, മനുഷ്യനാ തെളിവാണോ അത്? അല്ല, ഇംഗ്ലീഷ് വിക്കിപീഡിയയിൽ പേജ് ഉള്ളതുകൊണ്ട് തെളിവാണ് മനുഷ്യനാണെന്നുള്ളത്. ഓക്കെ, ഫോട്ടോ ഉണ്ട്, ജെൻഡർ ഉണ്ട്, സിറ്റിസൺഷിപ്പ് ബ്രിട്ടീഷുകാരനാണ്. ആണോ? കറക്റ്റ് സമയത്ത് അല്ല. ഓക്കെ. അപ്പോൾ ചില വോളണ്ടിയർമാർക്ക് ഭയങ്കര പ്രിസിഷൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ആരാടെ ആഡ് ചെയ്യുന്നത്? ബട്ട് ഇറ്റ് ഹെൽപ്സ് എനിക്ക് ഇങ്ങനെ കൊയറി നടത്താം. ബ്രിട്ടീഷ് കാലത്തും ജനിച്ച് ഇന്ത്യ കാലത്തും ജീവിക്കുന്ന ആക്ടേഴ്സിനെ അറിയണമെങ്കിൽ കൊയറി റൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഈ സാധനം വർക്കൗട്ടോ. വൈക്കത്ത് ജനിച്ച ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. ആക്ടറാണ് എങ്ങനെയാണ് കോളേജ് പഠിച്ച് വർക്ക് പീരീഡ്. ഞാൻ ആ കൊയറി റൺ ചെയ്ത കൊയറി ഞാൻ എവിടെ മറന്നുപോയി. എനിവേ കൊയറി ഞാനിവിടെ ക്യാഷ് ചെയ്തിട്ടുണ്ടാവുമോ? വെയിറ്റ്, കേസ് നന്നായി പറഞ്ഞു തരും കൊയറി. സ്ക്രീൻഷോട്ട് ഞാൻ എഴുതി ഉണ്ടാക്കണ്ടേ? ഞാൻ ഇതുണ്ട് പിക്ചറുള്ള കേസർ. എന്ത് ചെയ്യും? കേസർ എനിക്ക് നന്നായി പറഞ്ഞു തന്നോ. ചാറ്റ് ജിപിടി ഭയങ്കര പൊട്ടത്തരം പറഞ്ഞു തന്നു. ചാറ്റ് ജിപിടി ജനാർദ്ദനെ കുറിച്ച് വെക്കുമ്പോൾ ജനാർദ്ദനെ പകരം ഷാറൂഖ് ഖാൻ ആരെങ്ങാണ്ട് കൊണ്ട് വെച്ചത്. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി പറയുന്നുണ്ട്. ഗെറ്റ് മീ ഒക്കെ സമയമില്ല, പോട്ടെ. എനിവേ, സോ യു ക്യാൻ ഗെറ്റ് എ ഡാറ്റാബേസ്. അപ്പോൾ ഞാൻ വിക്കിഡാറ്റ വെച്ച് നമുക്ക് അങ്ങനെ ഫുൾ ഡാറ്റാബേസ് ഉണ്ടാക്കാം. പിന്നെ സ്ഥലപ്പേരുകളും കിട്ടും. ഇപ്പോൾ കേരളത്തിലെ സ്ഥലപ്പേര് വാർഡുകൾ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും കോർഡിനേറ്റ്സ് ഉൾപ്പെടെ വിക്കിഡാറ്റ കിട്ടും. അങ്ങനെ ഞാനത് ചെയ്തപ്പോൾ ഏറെക്കുറെ 10,000 സംതിങ് കിട്ടിയിരുന്നു ഡാറ്റ. അതാണ് വിക്കിഡാറ്റ. ലിങ്ക് ഓപ്പൺ ചെയ്യാം. അതിൽ കയറിയുണ്ട്, ഞാൻ ജനാർദ്ദൻ്റെ കയറിയില്ല. ഇൻട്രൻറ്റ് സീനാണല്ലോ. എനിവേ, സോ ഡാറ്റ കിട്ടാൻ രണ്ട് സ്ഥലമാണ്. ഓപ്പൺ ഷീറ്റ് ആപ്പിൻ്റെ ഈ API പോയി കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും കിട്ടും, ബസ് സ്റ്റോപ്പുകളും ഉൾപ്പെടെ. ബസ് സ്റ്റോപ്പുകളാണ്, ഗെറ്റ് ലിസ്റ്റ് ഓഫ് ഓൾ ബസ് സ്റ്റോപ്പ്. എല്ലാ ബസ് സ്റ്റോപ്പിലും ഡാറ്റ കിട്ടും, ഒരു API JSON ഫയലായിട്ട് കിട്ടും. ഇതും പിന്നെ വിക്കിഡാറ്റ ഒരു മിനിറ്റ്, ഇവിടെ ഇൻ്റർഫിയറൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഭയങ്കര സ്ലോ. പിന്നെ ലിസ്റ്റ് ഓഫ് ബസ് സ്റ്റോപ്സ് ഉണ്ടെങ്കിൽ അത് കിട്ടും. അല്ലെങ്കിൽ വിക്കിഡാറ്റ ഈ ക്വയറി റൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, ഓൾ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് കിട്ടും. പിന്നെ ഓപ്പൺ ഡാറ്റ കേരള എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് കേരളത്തിൽ. സോ ദേ ഹെൽപ്പ് വിത്ത് ദി ഓപ്പൺ ഡാറ്റ. അപ്പോൾ ഓപ്പൺ ഡാറ്റ റിലേറ്റഡ് ക്വയറീസ് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. സോ അവർ ഒരു കാര്യം ഈ അടുത്ത് ചെയ്യുന്നത് വെച്ചാൽ കേരളത്തിലെ എല്ലാ വാർഡുകളുടെയും ഡാറ്റ ഓപ്പൺലി ആക്സസിബിൾ ആണ്. അപ്പോൾ ഈ ചില വാർഡുകൾക്ക് കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ വാർഡുകളെ കോർഡിനേറ്റ് സംഭവങ്ങൾ കിട്ടും. അതും കൂടെ നമുക്ക് ഡാറ്റ ഉപയോഗിക്കാം. അപ്പോൾ 2 കോമ്പിനേഷൻ കിട്ടി, ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, വാർഡ് ഡാറ്റ, കോർഡിനേറ്റ്സ്. ഈ രണ്ടും കൂടെ 4 ഡാറ്റ ദിവസം എടുത്തിട്ട് റൂബി ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തു. ഇത് വന്നോ? അവിടെ. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു DB കിട്ടി. എന്നിട്ട് ഈ DB നിന്നിട്ട് റൂബി ഇവിടെ റൂബി പരിചയമുള്ള ആരൊക്കെയാണ്? റൂബി സിൻടാക്സ്, റൂബി അബേ റൂബി വരുന്ന ഒരാളുള്ള ഈ ഗ്രൂപ്പിൽ. ഈ കമ്മ്യൂണിറ്റി ചത്തത് തന്നെ. 2 റൂബിക്കാരും 4 റൂബിക്കാർ 5. റൂബി അപമാനമാണ്, കൈ പൊക്കിക്കൂടെ നേരത്തെ. എനിവേ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ, റൂബിക്കാർ ഈ അടുത്ത് തന്നെ വംശനാശമാവും. സോ റൂബി നമുക്ക് ഇങ്ങനെ സിൻടാക്സ് ചെയ്താം. സോ ഇത് DBക്കകത്ത് ഇരുന്നിട്ട് പ്ലേസ് ഡോട്ട് വേർ ദിസ് പർട്ടിക്കുലർ നെയിം ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് പിക്ക് ചെയ്യാം. പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ വരേണ്ട വന്നില്ലേ? നെറ്റ് ഇത്ര സ്ലോ ആണ് ബ്രോ, വാട്ട്? ഡാറ്റ്സ് ഒക്കെ ഇവിടെ
ഓക്കെ. 1 to 1 to 1 to അത് കണ്ടായി ഇതിനൊക്കെ സീനാണോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രണ്ട് ചെയ്താൽ എനിക്ക് മുഗൾ എന്ന പേരുള്ള എല്ലാ സ്ഥലങ്ങളും കിട്ടും. അങ്ങനെയാണ് ഇത്രയും മുഗൾ കേരളത്തിലുണ്ടെന്ന് മനസ്സിലാവുന്നത്. ആലഞ്ചേരി മുഗൾ വരെയുണ്ട്. ആലഞ്ചേരി സോ ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ രസമാണ്. പക്ഷേ ഇതിനേക്കാളും രസം നമുക്കൊരു മാപ്പിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അങ്ങനെ മാപ്പിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ ഓരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. എങ്ങനെ കേരളത്തിനെ മാത്രം ഫോക്കസ് ചെയ്യും, കേരളത്തിലായിട്ട് മാപ്പ് മാത്രം എടുക്കാൻ പറ്റും? അത് പോയോ? എന്നാ അഞ്ഞൂപേ ഓക്കെ. സോ അങ്ങനെ ഇതാണെങ്കിൽ പ്രോബ്ലംസ് പറഞ്ഞത്. ജില്ലകൾ തിരിച്ച് കാണിക്കണം, അങ്ങനെ കുറേയേറെ പ്രോബ്ലംസ്. ഇങ്ങനെ പ്രോബ്ലംസ് വരുമ്പോഴാണ് ഓരോന്ന് മാപ്പ് ഇട്ട ഇതിൻ്റെ ബോർഡായിട്ട് കിടണമല്ലോ. ഈ ബോർഡർ ആരെങ്കിലും വരയ്ക്കണ്ടേ? ഒരാളിരുന്ന് നിരത്തി വരയ്ക്കണം ഈ സാധനം. അങ്ങനെ ചെയ്ത ചില മഹാമാർ കേരളത്തിലുണ്ട്. ജ്യോതിഷാണെങ്കിൽ തോന്നുന്നു എറണാകുളത്തെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അങ്ങനെ വരച്ചു കൊടുക്കും. വല്ലാർപാട് ടെർമിനലും കാര്യങ്ങളൊക്കെ ജ്യോതിഷ് കുറേ വരച്ചിട്ടുണ്ട്. പുള്ളി കാരണമൊക്കെയാണ് ഈ മാപ്പ് ഉണ്ടാക്കാൻ തന്നെ നമുക്ക് പറ്റുന്നത്. സോ ഇങ്ങനത്തെ കുറേ ഇൻഡിവിജ്വൽ ആൾക്കാരുടെ കൊളാബറേഷൻ കാരണമാണ് ദിസ് പോസിബിൾ. അപ്പോൾ ഈ വാർഡ് ലെവൽ ഡാറ്റ ഗവൺമെൻറ് അറിയാം വാർഡ് എവിടെയൊക്കെയാണ്. ഐ മീൻ ശരിക്കും അറിയില്ല അവർക്കും. പഞ്ചായത്തിൽ പോയിട്ട് വാർഡ് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും പിടിയുണ്ടാവില്ല ചിലപ്പോൾ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദിസ് ഡാറ്റ ഫ്രം ദീസ് ഒഫീഷ്യൽ സോഴ്സസ് ടു. സോ ഇങ്ങനെല്ലാം കിട്ടിയിട്ട് ഇത് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ദെൻ എനിബഡി കൂടി യൂസ് ചെയ്യും. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് ശോകമാണ് മൊത്തത്തിൽ കാര്യങ്ങൾ. ഇപ്പോൾ ഈ മാപ്പ് പബ്ലിക് ആകുമ്പോൾ ഈ പബ്ലിക് മാപ്പ് എടുത്തിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. അത്രയ്ക്ക് ശോകമാണ്. സോ ഈ ബോർഡർ ആയിട്ടുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ജില്ലകളെല്ലാം ബോർഡർ തരംതിരിച്ച് കിട്ടും. ഈ ക്വയറി റൺ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിൻ ലെവൽ 5 ഡിസ്ട്രിക്റ്റ് ആണ് നമ്മുടെ നാട്ടിൽ. അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറി കിട്ടും. പിന്നെ കളർ ഇടണം. ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ കളർ ഇട്ടാലും ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടി ഒരു ജാവാസ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലീഫ്ലെറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ലീഫ്ലെറ്റ് എവിടെ? ഇത് ജാവാസ്ക്രിപ്റ്റ് സിമ്പിൾ ലൈബ്രറിയാണ്. അതിൽ മാപ്പ് നമുക്ക് ഇങ്ങനെ വെബ്സൈറ്റിൽ എംബെഡ് ചെയ്യാം. ഞാൻ വെബിന് ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ എളുപ്പം. അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്ട്രിക്റ്റ് കളർ ചെയ്യാം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ എന്ന കളറിന് അര ഉണ്ടാക്കി വെച്ചു, ഒരു ഹാഷ് മാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കളർ കൊടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂരിനും പാലക്കാടിനും മലപ്പുറത്തിനും എറണാകുളത്തിനും ഒരു കളർ കൊടുക്കും. അങ്ങനെ കിട്ടും. അങ്ങനെ മൊത്തത്തിൽ ചെയ്ത് അവസാനം ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി. ഇത് ഡൈനാമിക് ആണ്. ദിസ് ഈസ് ആക്ച്വലി വെരി ഫാൻസി ആക്ച്വലി. ഇത് ബ്രൗസറിൽ റൺ ചെയ്യുന്ന ഒരു SQLite DB ആണ്. SQLite DB ബ്രൗസറിൽ വാസം വെച്ച് റൺ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് SQL ക്വയറി ബ്രൗസറിൽ കൂടെ തന്നെ റൺ ചെയ്യാം. ബാക്ക് എൻഡ് ഒന്നുമില്ല, ഫുൾ ഫ്രണ്ട് എൻഡ്. ഞാൻ കുളമുള്ള സ്ഥലങ്ങൾ മൊത്തം എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കേരളത്തിൽ ഇത്രയും കുളമുള്ള സ്ഥലങ്ങളായിട്ട് ഇത് കിട്ടാൻ കാരണം ഓരോ സ്ഥലത്തിൻ്റെയും കോർഡിനേറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. കോർഡിനേറ്റ്സ് ആരൊക്കെയോ മാപ്പ് ചെയ്തിട്ടുണ്ട്. ആരെ മാപ്പ് ചെയ്തെന്ന് എനിക്കറിയാം. ഇത്രയും ആൾക്കാരുടെ എഫേർട്ട് കാരണമാണ് ഐ എം ഏബിൾ ടു ഇവൻ ഡു ദിസ് തിങ്. ഓക്കെ. സോ കുളമുള്ള സ്ഥലങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം കാണാം. ഈ മുകൾ നോക്കാം. മുകൾ 2 സ്പെല്ലിംഗ് പറയാം. MUGയും പറയാം, Kയും പറയാം. ഇപ്പോൾ മുകൾ നോക്കിയാൽ മനസ്സിലാവും എറണാകുളം സ്പെസിഫിക് ആണ്. അത് കാക്കനാട് ചുറ്റുമാണ് കാണുന്നത്. ഇത് അനോമലീസ് ആണ്, കോഴിക്കോടുള്ള ഒരെണ്ണം. സോ ദർ ഇസ് എ പാറ്റേൺ. കാക്കനാട് മാത്രം കാണുന്നൊരു പാറ്റേൺ ആണ് മുകൾ സഫിക്സ് ഉള്ളത്. ഇതിന് റീസൺ ഓബിയസ്ലി എനിക്ക് തോന്നുന്നത് ഭൂപ്രകൃതി തന്നെയായിരിക്കും. കുന്നുകളുള്ള ഏരിയയാണ്, മുകൾ സ്ഥലങ്ങളാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പേര്. പക്ഷേ കൊല്ലം പതിഞ്ഞ മുകൾ അല്ല കൊല്ലം പടിമുകൾ. പക്ഷെ ആ പേരിടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് നോ ഐഡിയ. സോ ദർ ഇസ് മോർ റീസേർച്ച്. ഐ തിങ്ക് ഇതൊരു യൂണിവേഴ്സിറ്റി പേപ്പർ തന്നെ ആക്കാം. ലൈക്ക് എന്തുകൊണ്ടാണ് ഈ പേരുകൾ ഇങ്ങനെ ആയി പോയെന്നുള്ളത്. അങ്ങനെ അനാലിസിസ് നടത്തി. സോ ഓക്കെ, വേറെന്താ? റൈറ്റ്, ഇതെന്ത് മാപ്പ്? റൈറ്റ്, ഓക്കെ. ഇതാണ് ഫസ്റ്റ് ഫേസ്. ഈ സാധനം ഓൾറെഡി പബ്ലിഷ് ചെയ്തു. സോ OSM വാസ് വെരി ഹെൽപ്ഫുൾ ഇൻ ഡൂയിങ് ദാറ്റ്. ഓക്കെ. സെക്കൻഡ് തിങ്, GTA കൊച്ചി സിറ്റി മാപ്പ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ കണ്ടതാണ്. കൊച്ചിയിലെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഇത്തിരി ഒന്ന് ഒരു പ്രത്യേക ആംഗിളിൽ കൊച്ചി നോക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് മയാമി പോലെ തോന്നും. ചെറുതായിട്ട് GTA Vice City ഇൻസ്പയർ ചെയ്ത സ്ഥലം മയാമിയാണ്. മയാമി ഒരു അമേരിക്കയിലെ ട്രോപ്പിക്കൽ റീജിയൻ തന്നെയാണ് മയാമിയും. മയാമി ഭയങ്കര പച്ചപ്പും ട്രോപ്പിക്കൽ സംഭവങ്ങൾ തന്നെയാണ്. ഏറെക്കുറെ കൊച്ചി പോലൊക്കെ ചെറുതായിട്ടൊക്കെ തോന്നും, ചെറുതായിട്ട്. സോ ഇത്തിരി ആംഗിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹൈക്കോടതിൻ്റെ ഭാഗത്താണ്. മംഗളവനത്തിന് ആ പച്ചയാണ് മംഗളവനാണ്. ഇപ്പുറത്ത് എനിക്ക് മറ്റേ ഗോശ്രീപാലാണ് കാണുന്നത്. സോ ഈ ആംഗിൾ നോക്കി കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മയാമി ലുക്ക് ഉണ്ട്. ഞാൻ ബോട്ട് പോകുന്നത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മയാമി ലുക്ക് ഉണ്ട്. ഓക്കെ. സോ ആ ആംഗിളിൽ തന്നെ നോക്കണം. അത് ആരാ പറഞ്ഞ ഇത്? മുദ്ര ശ്രദ്ധിക്കണം. റെഡിറ്റിൽ ആരെ പറഞ്ഞു ഏത് ആംഗിൾ നോക്കിയാലും നാറ്റം ഉണ്ടല്ലോ എന്ന്. അത് ബട്ട് ദാറ്റ് വാസ് ആൻ ഓൾഡ് കമന്റ് ഫ്രം 10 years ago. ഇപ്പോൾ അത് എഫക്റ്റീവ് അല്ല. എനിവേ,
സോ ഇതാണ് GTA Vice Cityയുടെ മാപ്പ്. GTA Vice City വെരി സ്മോൾ മാപ്പാണ്. കുറച്ച് ഇതിൻ്റെ ഒരു ഡെവലപ്പർ ട്വിറ്ററിലൊരു അക്കൗണ്ട് ഉണ്ട്, എനിക്ക് അവൻ്റെ പുള്ളി പേര് തോന്നി. പുള്ളി ഇതിൻ്റെ ഉള്ളിലെ കുറേ പ്രോഗ്രാമിംഗ് സാധനങ്ങൾ ഇടയ്ക്ക് ട്വീറ്റ് ചെയ്യും. അടിപൊളി കാര്യമാണ്. അന്ന് ഭയങ്കര ലിമിറ്റഡ് റാമിനകത്ത് എങ്ങനെ ഈ ഗെയിം ഓടിക്കാം എന്നുള്ളത് കുറേ കളി കളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പോലീസ് എങ്ങനെ വരും, പോലീസുകാരുകൾ എങ്ങനെ വരണം, ഫുൾ ലോജിക്ക് അവർ എഴുതുന്നതിനെ കുറിച്ച് പുള്ളി ഇടയ്ക്ക് ട്വീറ്റ് ചെയ്യാറുണ്ട്. വെരി അമേസിങ് സ്റ്റഫ്. സോ ഇതും ഈ മാപ്പ് ശ്രദ്ധിക്കുക, കോഴിക്കോട് ശ്രദ്ധിക്കുക, ഇതും ശ്രദ്ധിക്കുക. കൊച്ചിയിലുണ്ട് പക്ഷെ കോഴിക്കോടിലില്ല. എന്തായിരിക്കും? ഭൂപ്രകൃതി വൈസ് മല കോഴിക്കോട് ഇത്തിരി അങ്ങോട്ട് പോകണ്ടേ. കൊച്ചിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ, കഴിഞ്ഞ ദിവസം ഐ ഡോണ്ട് നോ ഇഫ് യു ഹാവ് നോട്ടീസ്ഡ്, വെസ്റ്റേൺ ഗാർഡ്സ് ഇപ്പോൾ നന്നായി കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടി റിസർച്ച് നടത്തി പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, പണ്ട് പോർച്ചുഗീസുകാർ വന്നപ്പോഴും കടൽത്തീരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു കാണേണ്ടിയിരുന്നത് കേരളം. സ്ഥലവും കാണും, മലയും കാണും. ഇപ്പോൾ എയർ പൊല്യൂഷൻ കാരണമാണ് ആ പോസിബിലിറ്റി പോയെന്നാണ് ഞാൻ വായിച്ചത്. സോ കോഴിക്കോടിനുണ്ട് പക്ഷേ കൊച്ചിക്ക് ഇല്ലാത്ത, അല്ല കൊച്ചിക്കുണ്ട് പക്ഷേ കോഴിക്കോടില്ലാത്തൊരു ഭൂപ്രകൃതിയായിട്ടൊരു ഒരു മെട്രോ. അത് തിരുവനന്തപുരംകാരെ പറയുന്നതായിരിക്കും ഇതിനൊരു രസം. തിരുവനന്തപുരംകാർക്ക് മെട്രോ കിട്ടാതെ അവർക്ക് വിഷമം, കോഴിക്കോടൊക്കെ വലിയ വിഷമമില്ലെന്ന് തോന്നുന്നു. കനാൽ കോഴിക്കോടുണ്ടല്ലോ. ശരിയാ, വെള്ളത്തിൻ്റെ കനാൽ സെറ്റപ്പ് ഇവിടെ കൂടുതലാണ്. ഐലൻഡ്സ് ഈസ് എ വെരി ഗുഡ് ഫയർസ്. ഐലൻഡ്സ് ഈസ് എ മെയിൻ തിങ്. ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാപ്പോടെ ഈ സാധനം ഉണ്ടല്ലോ, ദിസ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. വെല്ലിംഗ്ടൺ ഐലൻഡ് കംപ്ലീറ്റ്ലി മാൻമെയ്ഡ് ആണ്. 1930 റോബർട്ട് ബ്രിസ്റ്റോ ബ്രിട്ടീഷുകാർ കൊച്ചി പോർട്ട് വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കായൽ ഫുള്ള് മണ്ണെടുത്ത് ആ മണ്ണെടുത്ത് സെറ്റിൽ ചെയ്തിട്ടാണ് ഇവർ ഐലൻഡ് മൊത്തം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ആ ഷേപ്പ് നിൽക്കുന്നത്. ഇറ്റ്സ് വെരി ആർട്ടിഫിഷ്യലി മെയ്ഡ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ ഈ ഷേപ്പ് തന്നെയാണ് ഐ തിങ്ക് മേക്സ് ദ ഡിഫറൻസ്. ആ ഒരു ഇപ്പോൾ GTA Vice City മാപ്പ് നോക്കുകയാണെങ്കിലും നടുക്ക് ഡിയാസിൻ്റെ ഐലൻഡ് ഉണ്ടല്ലോ. കോഴിക്കോട് ഐലൻഡ് എവിടെ? തീവണ്ടി ഞാൻ കണ്ടിട്ടില്ല. തീവണ്ടിയിൽ എവിടെ ഐലൻഡ്? വടകര സൈഡോ? അങ്ങ് പോകണ്ടേ? അവിടില്ല. പക്ഷേ കോഴിക്കോടിൽ മറ്റേ ബീച്ചിനടുത്ത് തന്നെ ബിൽഡിങ്സ് ഉണ്ട്, ഹൈറൈസ് ബിൽഡിങ്സ് ഉണ്ട്. അത് കൊച്ചിയിലില്ല, കാരണം ഫോർട്ട് കൊച്ചിയിൽ ഭാഗത്ത് ഹൈറൈസ് ബിൽഡിങ്സ് അതില്ല. പക്ഷെ അത് കായലായില്ലേ. കടലിൻ്റെ സൈഡിൽ ബീച്ച് ഫ്രണ്ടുള്ള ബിൽഡിങ്സ് GTA Vice Cityയിലുണ്ട്. പക്ഷെ അത് കോഴിക്കോടുണ്ട്. ശരിയാ, കോഴിക്കോട് വുഡ് ബി മേക്കിംഗ് മോർ സെൻസ്. ബട്ട് ഈ ഐലൻഡിൻ്റെ കേസ്, ഡിയാസിൻ്റെ ഐലൻഡ് നോക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? കൊച്ചി തന്നെ വേണം. എനിവേ, സോ എനിക്ക് ഞാൻ പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ഓരോരോ സാധനം എടുത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പോയിന്റിൻ്റെ ആ കൊയർ ചെയ്യുന്ന സ്ഥലത്തിന് ഫീച്ചേഴ്സ് കിട്ടും. സോ ഇതൊരു ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ എന്താണെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ പോയിന്റ്സും കിട്ടും, ആരാണ് ഇത് എഡിറ്റ് ചെയ്തതെന്നും കിട്ടും, എന്താണ് ടാക്സ് എന്നും കിട്ടും. അപ്പോൾ എനിക്ക് ടാക്സ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം, കാരണം എല്ലാ സാധനം ടാഗ്ഡ് ആണല്ലോ. ഇനി എന്താണ് ഹോസ്പിറ്റൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ഷാപ്പിൽ ഓരോ വിക്കീസ് ഉണ്ട്. അപ്പോൾ ഓരോ വിക്കിയിൽ പറയും ഈ ടാഗ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞെങ്കിൽ വിക്കി പോയി കഴിഞ്ഞാൽ ഫുൾ ഡാറ്റ കിട്ടും. സോ എവറിത്തിങ് ആസ് എ പ്രോപ്പർട്ടി. കൊച്ചി മാപ്പാണ്. സോ ഇതും ഞാൻ എന്ത് ചെയ്ത് വെബ് ബ്രൗസർ ആയിട്ടുള്ള സാധനം ഉണ്ട്, കാരണം മാപ്പ് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. സോ ഇതാണ് മാപ്പ്, ഇൻട്രാക്റ്റീവ് ആണ്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അത് ഒന്നും കാണൂല. ഇത് കാണാത്തതിൻ്റെ ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇതാണ് ഡിഫോൾട്ട് മാപ്പ് ഓഫ് ഓപ്പൺ ഷാപ്പ്. ഇതാണ് കൊച്ചി കാണുന്നത്. ഇത് കാണുന്ന നമുക്കറിയാം, മഞ്ഞ റോഡുകളും ഓറഞ്ച് ഹൈവേകളും റെയിൽവേ ലൈൻസ് ബ്ലാക്കും ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ ലോജിക്ക് ഇതാണ്. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. നമുക്ക് ലോജിക്ക് ചേഞ്ച് ചെയ്യാൻ മതി, പെയിൻറ്റ് മാറ്റിയാൽ മതിയല്ലോ. കളർ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കുന്നു, GTA പോലെ ആക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. ഞാൻ ChatGPT ചോദിച്ചു നമുക്ക് കളർ മാറ്റാൻ എന്താണ് ചെയ്യുക. അപ്പോൾ പുള്ളി പറഞ്ഞ് ലീഫ്ലെറ്റ് ഉപയോഗിക്കുക, പൈത്തൺ സെർവർ റൺ ചെയ്യുക. ഈ ലീഫ്ലെറ്റ് ഈ സോഫ്റ്റ്വെയർ ലീഫ്ലെറ്റിൻ്റെ ഇവർ ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ നോക്കി കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ, ഇത് ഓരോ പടമാണ്. ശരിക്കും ഇതൊരു പടമാണ്. ഓരോരോ പടങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇവർ ഈ മാപ്പ് ഉണ്ടാക്കുന്നത്. ഓരോ ടൈലുകളാണ്. ബട്ട് അത് സ്റ്റാറ്റിക് ഇമേജ്, ഒരു PNG ഫയലാണ്. ഡൊമൈൻ നോക്കി മനസ്സിലാവും, ടൈലോട്ട് ഓപ്പൺ മാപ്പ് അല്ല, ഓരോ ടൈൽ എടുത്തിട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ ഓരോ ലൊക്കേഷനും ഓരോ ടൈലായിട്ടുള്ള സ്റ്റാറ്റിക് ഇമേജിലാണ് സംഭവം ഓടുന്നത്. ഓക്കെ, അപ്പോൾ ChatGPT സ്വാഭാവികം പറഞ്ഞു ഈ പൈത്തൺ സെർവർ റൺ ചെയ്തിട്ട് ഈ പടം മാറ്റിയാൽ മതി, സിമ്പിൾ. ഈ പടം എങ്ങനെ ഉണ്ടാക്കും? അതാണ് ഏറ്റവും പാട്. എങ്ങനെ ഈ പടം റാസ്റ്ററായിട്ട് ഞാൻ ഉണ്ടാക്കുക? ഒരു കൈകൊണ്ടെടുത്ത് വരയ്ക്കാൻ പറ്റില്ലല്ലോ. വൺ ആൾട്ടർനേറ്റീവ് ഡു ഇസ് ഫുൾ കൈകൊണ്ട് വരയ്ക്കുക. ഞാൻ പിന്നെ ആർട്ടിസ്റ്റിക് സ്കിൽ ഇല്ലാത്തതുകൊണ്ട്, പ്രോഗ്രാമിംഗ് മാത്രം അറിയുന്നതുകൊണ്ടും ഡിസൈൻ വളരെ മോശമായതുകൊണ്ടും പറ്റൂല. സോ അത് ChatGPT പറഞ്ഞ പൊട്ടത്തരമായിരുന്നു. ലോജിക്കൽ ഓബിയസ് കോമൺ സെൻസ് ആണ്. നമ്മൾ ഓപ്ഷനൽ ഡാറ്റ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പോയിന്റ്സും ലൈൻസ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. എനിക്ക് എന്തുകൊണ്ടത് കിട്ടിക്കൂടാ? അതാണ് ഓബിയസ് ലോജിക്. ഡാറ്റയും പോയിന്റാണ് എനിക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്യാമല്ലോ. എനിക്ക് കോർഡിനേറ്റ്സ് ഞാൻ പെയിൻറ്റ് ചെയ്യാം.
അങ്ങനെ ലോജിക്ക് ചെയ്താലോ എന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ പോയപ്പോൾ കണ്ടുപിടിക്കുന്നത് അത് ഓൾറെഡി ഉണ്ട് അങ്ങനെ സാധനം. മാപ്പ് ലിബ്രെ JS എന്ന വേറെ ലൈബ്രറി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്ടറാണ്, റാസ്റ്റർ ഇമേജസ് അല്ല. മാപ്പ് ലിബ്രയ്ക്കകത്ത് ബേസിക്കലി GPU ആക്സൈഡ് ആയിട്ടുള്ള വെക്ടർ ടൈൽ റെൻഡിങ് നടത്തുന്നത് മാപ്പ് ലിബ്രെ. സോ ഇവർക്ക് രണ്ട് തരം, ഇവർക്ക് കുറേ ടൂൾസ് ഉണ്ട് വെബായിട്ട് റൺ ചെയ്യാന്നുള്ള. ഇത് ഫുള്ളി GPU റണ്ടഡ് ആണ്. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി മാപ്പ് ലിബ്രയുടെ വേറെ ആപ്ഷൻ. ഇതിനകത്ത് കുറേ സാധനമാണ്. മാപ്പ് ലിബ്രയുടെ എക്സാമ്പിൾസ് നോക്കി കഴിഞ്ഞാൽ API സ്പെക്കിലല്ലോ, ലോക്കൽസ് കുറേ എക്സാമ്പിൾസ് 3 dimensional എക്സാമ്പിൾസ് വരെ ഉണ്ട്. ട്രെയിൻ ഓടിക്കാം, അതാണ് എൻ്റെ അടുത്ത പ്ലാൻ. അടുത്ത പ്രോജക്റ്റ് ഐഡിയ എനിക്ക് അതാണ്. ട്രെയിൻ ഓടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മാപ്പിൽ കൂടെ. നെക്സ്റ്റ് പോസിബിലിറ്റി പറയണ്ടായിരുന്നു. എനിവേ അതുണ്ടാക്കുമ്പോൾ ദർസ് എ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ്. ഇനി നേരിട്ട് കോഡ് കാണിക്കാം. പ്രോജക്റ്റ് മാറിപ്പോയി. ഓക്കെ, ഭയങ്കര ഉടായ്പ കോഡാണ്. ഒരു കോഡിങ് സ്റ്റാൻഡേർഡും ഇല്ല. ഡബിൾ കോഡും സിംഗിൾ കോഡും കാണും, എന്നെ ജഡ്ജ് ചെയ്യരുത്. ഒറ്റ HTML ഫയൽ, വല്ലാണ്ട് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. ഒരൊറ്റ HTML ഫയൽ നേരെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് നേരെ ഇമ്പോർട്ട് ചെയ്യുന്നു. NPM ഇല്ല, ഒന്നുമില്ല. നേരെ സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്നു. ചെറുതായിട്ട് സ്റ്റൈൽ കുറേയൊക്കെ കേസർ സഹായിച്ചിട്ടോ. കേസറിൻ്റെ പ്രോ പ്ലാനിൽ കൊള്ളാം. കുറേ കാര്യങ്ങളൊക്കെ സൈസ് ചെയ്യുന്നു. കുറേയൊക്കെ പൊട്ടത്തരമാണ്, പക്ഷെ എന്നാലും ചില ഓട്ടോ സൈസിനൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ലോഗോ വെച്ച് സൂം വെക്കുന്നു. പിന്നെ ഇതിലൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ റോഡ്സ് എങ്ങനെ ബ്ലാക്ക് ആക്കിയെന്ന് കാണിച്ചാൽ ആദ്യം. റോഡ്സ് ബ്ലാക്ക് ആക്കിയത് 000 വെച്ചത്. ഞാൻ ബ്ലാക്ക് ഇല്ലേ, ഹൈവേ ഉഡായ്പ ലോജിക്കാണ്. ഉഡായ്പ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇങ്ങനൊരു സാധനം കിട്ടും, ഒരു മാപ്പ് ഡോട്ട് ഓൺലോഡ് പ്രോപ്പർട്ടി കിട്ടും. എന്നിട്ട് ഓരോ ലെയർ എടുത്തിട്ട് ഹൈവേ ആണോ പാലം ആണോ നോക്കുക. പാലം ഇതാണെങ്കിൽ ചുമ്മാ പെയിൻ്റ് അടിക്കുക, കളർ ബ്ലാക്ക് അടിക്കുക. സിമ്പിൾ ലോജിക്. ഇതിനകത്ത് കുറേ റോഡിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഹൈവേ ഉണ്ട്, റെസിഡൻഷ്യൽ റോഡുണ്ട്, എന്തൊക്കെ തേങ്ങയാണെങ്കിലും എല്ലാം ബ്ലാക്ക് അടിക്കുക എന്ന സിമ്പിൾ ലോജിക്. ഒന്ന് സിമ്പിൾ ഇഫ് കണ്ടീഷൻ. വേറെ ഇഫ് കണ്ടീഷൻ ഗ്രാസ് ആണെങ്കിൽ വെറുതെ പച്ച അടിക്കുക. റെയിൽവേ നല്ലൊരു റെയിൽവേ സ്ഥലമുണ്ട് കൊച്ചിയിൽ. ഇത് ഇവിടെ എറണാകുളം ഈ ഭാഗത്തായിട്ട് ഇവിടെ എറണാകുളം ഡി ക്യാബിനുണ്ട്. ഡി ക്യാബിനിലാണ് പുതിയ റെയിൽവേ സ്റ്റേഷൻ വരാൻ പ്ലാൻ ഉണ്ടാക്കുന്നത്. ഇത് നല്ലൊരു പച്ചപ്പായ സ്ഥലമാണ്, ഒരു ഹിഡൻ സ്പോട്ടാണ്. ഇവിടെയും കുറേ നല്ല പച്ചപ്പുണ്ട്. പിന്നെ ഒരു പച്ചപ്പുള്ളത് മംഗളവനാണ്. അത് കുറേ പൊട്ടി ഇപ്പോൾ ഫ്ലാറ്റ് ആക്കി തുടങ്ങി. അത് സൂം ചെയ്താൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാപ്പ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ പച്ചപ്പ് കാണാൻ ഭയങ്കര പാടാണ്. ഈ സ്ഥലമായിട്ട് വേണ്ടി കിട്ടും. അപ്പോൾ പിന്നെ സ്റ്റേഡിയം ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ പച്ചയാക്കാനുള്ള ലോജിക്ക്. സിമ്പിൾ സാധനങ്ങൾ. പിന്നെയുള്ളത് ഫെറിയാണ്. വാട്ടർ മെട്രോയും പഴയ ഫെറിയുള്ള മാപ്സ് കാണിക്കാൻ. അങ്ങനെ ഓരോ ലോജിക്ക്. ഇങ്ങനെ കുറേ ലോജിക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ സമങ്ങളാക്കാം. പിന്നെ വെള്ളം ഇതുപോലെ തന്നെ ലോജിക്ക് എഴുതി കഴിഞ്ഞാൽ വെള്ളത്തിന് കളർ മാറ്റാം, അങ്ങനെ കാര്യങ്ങൾ. ഇത് മെയിനായിട്ട് പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. ഇത് ഓരോ ലെയേഴ്സിനെയും ഇങ്ങനെയായിട്ട് കിട്ടുക. ഒരു JSON ഫയലാണ്. ഇതിനകത്ത് ഓരോ ലെയർ എപ്പോൾ കാണിക്കുമെന്നൊരു സൂം ലെവലുണ്ട്. ഒരു മിനിമം സൂം ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാണിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനം മാപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനടുത്ത ടൈപ്പാണ് ഒന്ന് സൂം ചെയ്ത് കളിക്കുക. വെറുതെ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ താനെ ആനിമേഷൻ ചെയ്തിട്ട് വെറുതെ സൂം ചെയ്യും. ഡാറ്റ വന്നതിന് ശേഷം ഡാറ്റ എടുക്കും. വെറുതെ കളി സൂം ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ താനെ ഫെച്ച് ചെയ്തോളും. താനെ സൂം ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ നോക്കണം തിയേറ്ററുകളും ലൈബ്രറികളും ജങ്കാറുകളും വാട്ടർ മെട്രോ സ്ഥലങ്ങളും ബാങ്കുകളും ഹോസ്പിറ്റലുകളുമാണ്. സൂം ചെയ്തിടും. സൂം ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ കിട്ടും. ആ ഡാറ്റ കിട്ടിയതിന് ശേഷം അത് ക്യാഷ് ചെയ്യും. അത് ക്യാഷ് ചെയ്തിട്ട് വേറെ ലെയർ ഉണ്ടാക്കും. അപ്പോൾ ലെയർ പിന്നെ സൂം ലെവലിലെ റെസ്ട്രിക്ഷൻസ് നമുക്കില്ല. മേലെ നിന്ന് കാണിക്കാം. ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റൽ നോക്കിയപ്പോൾ കൊച്ചിയിൽ കണ്ടമാനം ഹോസ്പിറ്റലുകളുണ്ട്, ഭയങ്കര ക്രൗഡായിരുന്നു. സോ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഫിൽറ്റേഴ്സും വെച്ചിട്ടുണ്ട്. മേലോടെ ഇങ്ങോട്ട് എങ്ങനെ A എന്ന അക്ഷരമുള്ള ഹോസ്പിറ്റലുകൾ മാത്രം കാണിക്കുക. അങ്ങനെ ഇപ്പോൾ ബസ് സ്റ്റാൻഡുകൾ മാത്രം. പിന്നെ സിനിമാ ഹാളുകൾ, ഹോസ്പിറ്റൽ വിത്ത് A, ഇങ്ങനെ ലോജിക്ക് ചെയ്താൽ ഫിൽറ്ററുകൾ. ഹോസ്പിറ്റൽ വിത്ത് ദി ലെറ്റർ ഓഫ് A ഇൻ ദ നെയിം, അങ്ങനെ കൊടുക്കുക. സോ എസെൻഷ്യലി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അവസാനം മാപ്പ് ഉണ്ടായി. പിന്നെ ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസോൾ ലോഗ് ഫംഗ്ഷൻ അടിക്കുന്നത്, അങ്ങനെ കുറേ ടൈപ്പുകളിലൂടെ മാപ്പ് ഉണ്ടായി. അത്ര എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇത് ഞാൻ വേറെ പഠിച്ച വേറെ കാര്യം, വൈറലാവണമെങ്കിൽ ഏറ്റവും നല്ല സാധനം ലിങ്ക്ഡിൻ ആണ്, ഇൻസ്റ്റാഗ്രാം അല്ല. ലിങ്ക്ഡിൻ ഭയങ്കര റീച്ചാണ്. ഞാൻ വിചാരിച്ചാലും ലിങ്ക്ഡിൻ ആൽഗോരിതം വേറെ ലെവലാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം ഇട്ടു,
കാനഡയിൽ വർക്ക് ചെയ്യുന്ന ഏതോ GIS എഞ്ചിനീയർ, പുള്ളിക്കാരത്തി കൊച്ചി വന്നിട്ടുണ്ട് പണ്ട്, കോവിഡ് ലോക്ക്ഡൗണിൽ ഇവിടെ ആയിരുന്നു പെട്ടുപോയത്. പുള്ളിക്കാരത്തിക്ക് ഒരു സാധനം എത്തി. ലൈക്ക് ദാറ്റ്സ് വെരി ആൽഗറിതമിക് റീച്ച്. നാലോചിക്ക് മാപ്പ് പ്ലസ് കൊച്ചി ടാർഗറ്റഡ് ഓഡിയൻസ് കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിന് കിട്ടൂല. ഇൻസ്റ്റാഗ്രാം ഈസ് വെരി ബാഡ് അറ്റ് അല്ല അതങ്ങനെ ആൽഗരിതം അടിപൊളിയാണല്ലോ. അങ്ങനെ റീച്ച് ഇൻസ്റ്റാഗ്രാമിൽ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ലിങ്ക്ഡിനിൽ കൂടുതൽ ഡാറ്റ ഉണ്ട് എല്ലാവരുടെയും പ്രൊഫൈൽ ബേസിലാക്കുമ്പോൾ, ഇൻസ്റ്റാഗ്രാമിനേക്കാളും കൂടുതൽ. മേ ബി ദാറ്റ്സ് വൈ. Now what? ജെമിനി. ഞാൻ ChatGPT കൊടുത്തു നോക്കി. ChatGPT ദുരന്തം തന്ന് ജെമിനി അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വൈസിറ്റിയുടെ ലോഗോ നേരെ കൊടുത്ത്. ഇത് ആക്ച്വലി കോപ്പിറൈറ്റ് ഇല്ല, ഞാൻ നോക്കി, ഇതിൽ ലോഗോയ്ക്ക് കോപ്പിറൈറ്റ് ഇല്ല. അത് വിക്കിമീഡിയ കോമൺസിൽ ലോഗോ ഇരിക്കുന്നുണ്ട്. ദർ ഇസ് നോ കോപ്പിറൈറ്റ് ഓൺ ദാറ്റ്. പിന്നെ ആർക്കും എടുത്ത് മാറ്റി കളിക്കാം. ലോഗോ ശരിക്കും അടിപൊളിയല്ല. ഞാനത് കണ്ട് ഞെട്ടി. ഇത്ര അടിപൊളിയായിട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചില്ല. കരിയർ ബ്രേക്കിലല്ലേ? ഇതൊക്കെ ചെയ്യാനുള്ള ഇൻകം എവിടെ നിന്നാണ്? ഇങ്ങനെ ചെയ്യാൻ മോട്ടീവ് എന്താണോ? വെറുതെ ഒരു രസം. ഫണ്ടോ? വീട്ടിൽ താമസിക്കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. അതുകൊണ്ട് കുന്നംകുളത്ത് വലിയ ചിലവില്ല. അതുകൊണ്ട് വീട്ടിലായതുകൊണ്ട് വീട്ടിൽ നിർബന്ധമുണ്ട് പണിക്ക് പോകുന്ന. ഇപ്പോൾ ഒരു ഞാൻ 4 വർഷമായിട്ട് പ്രൊഫഷണൽ വർക്ക് ചെയ്യാണ്. സോ ഞാൻ ഭയങ്കര ഫ്രൂഗലായിട്ട് ജീവിക്കുന്നത്. സോ പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അടുത്ത ജോലി തപ്പി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുന്നോളം തന്നെ താമസിക്കണമെങ്കിൽ ഓക്കെയാ. ഈ പണിക്ക് നിന്നാലേ ഇങ്ങനത്തെ പരിപാടി ചെയ്യാൻ സമയം കിട്ടൂല. അതാണ് മെയിൻ പ്രശ്നം. 40 മണിക്കൂർ പണ്ട് കോളേജിലായിരുന്നപ്പോൾ കോളേജ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വരാനായിരുന്നു നമുക്ക് ആഗ്രഹം. കമ്പ്യൂട്ടർ ഉപയോഗിക്കണം, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഇപ്പം നേരെ തിരിച്ചായി. 5 നേരം കമ്പ്യൂട്ടർ റൂമിലായതുകൊണ്ട് 6ാമത്തെ 7 ദിവസം കമ്പ്യൂട്ടർ റൂമിൽ ഇരിക്കാൻ തോന്നുന്നില്ല. അത് ഞാൻ വലിയ ഡിഫറൻസ് ഇപ്പോൾ കാണുന്നുണ്ട്. യെസ്. Questions? Any questions? Okay, wind up here. Also, ഇൻഫോ പാർക്കിൽ ഈ അറ്റത്ത് പോകണം. ഇതല്ലേ ഇൻഫോ പാർക്ക്? അവിടെ ഒന്നും എനിക്ക് മാപ്പിംഗ് ഇവിടെ ഒന്നും ഇല്ല കാര്യമായിട്ട്. എന്താ ഉള്ള ബാങ്ക് ഉണ്ടോ? ഇതാണ് ഇൻഫോ പാർക്ക്. ഓ ഓ ശരിയാ. ഈ സെന്റർ ഡാറ്റ കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ എന്താ ഉള്ളത്? ബാങ്ക് ഉണ്ടോ? എന്നാൽ ബാങ്ക് മാപ്പ് ചെയ്തിട്ടില്ല. മാപ്പ് ചെയ്യാൻ വേണ്ടി അത് ഡാറ്റ ഇല്ലാത്തതിൻ്റെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയിട്ട് നേരെ ഡാറ്റ ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ലോഗിൻ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. ഡാറ്റ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്താണ്. എന്നെ പോലത്തെ ആൾക്കാർക്ക് ഇതുപോലത്തെ ഉടായ്പ പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ്. അല്ല അതിൻ്റെ വേറെ കാര്യം, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിന് ഒരു വാർഷിക കോൺഫറൻസ് നടക്കുന്നുണ്ട് കണ്ണൂർ വെച്ചിട്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ November 15-16 ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ മാപ്പിംഗ് വുഡ് ബി ഗുഡ് പ്ലേസ് ടു ടേക്ക്. ഓൾസോ വി നീഡ് മോർ ഡാറ്റ ആസ് വെൽ. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുകയാണ് വിക്കിഡാറ്റയിൽ ജനാർദ്ദൻ്റെ പല പടങ്ങൾ എടുത്ത് നോക്കുക, ആഡ് ചെയ്യുക. ഇനിയും കുറേ പടങ്ങൾ കിടക്കാണ്ട്. യു ക്യാൻ കോൺട്രിബ്യൂട്ട് ഇൻ മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേസ്. താങ്ക് യു.